ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ള. ഞാന് കോഴിക്കട തുടങ്ങിയിട്ടേ. ആ കോഴിക്കട തുടങ്ങിയിട്ട് ഞാനൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഇപ്പൊ അപ്പോ ഫ്രീ ആണോ അതോ സംസാരിക്കാൻ പറ്റുമോ? ആ ഇപ്പൊ ആരുമില്ല, അതിന്റെ ഇടയിൽ ഇങ്ങനെ ആ ചോദിക്കാൻ ആ ആളുകളില്ലേ. ആയിക്കോട്ടെ, നമുക്ക് വാട്സപ്പ് സംസാരിക്കാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ എനിക്കറിയാം നിങ്ങളെ കോഴിക്കച്ചവടാണെന്നുള്ള എന്നോട് എനിക്ക് നമ്പർ തന്നാളും പറഞ്ഞിരുന്നു. എന്താണ് പേര്? എന്റെ പേര് ഷാബു. ഷാബു അല്ലേ? പിന്നെ ഷാബു. നിങ്ങള് പിന്നെ സംഘടനാ പശ്ചാത്തലമൊക്കെ എന്താണ് ഒരു ഇതായിട്ടുള്ളത്? അങ്ങനെ സംഘടന എന്താ? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്റെ സംഘടന രാഷ്ട്രീയം ആ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ല. എല്ലാ രാഷ്ട്രീയക്കാരായിട്ടും നല്ല നല്ല നിലയ്ക്ക് നമ്മൾ എല്ലാരായിട്ടും സൗഹൃദത്തിൽ പോണ നമ്മളെ നാട് അങ്ങനെയാണ്. അതെ അതെ, എനിക്ക് മനസ്സിലായി. പിന്നെ ജാതി മതമൊന്നുമില്ല ഈ നാട്ടില്. നമ്മള് തിരക്കിലാണ് എന്റെ വീട്. അപ്പോ തിരക്കിൽ പൂരാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഇനി ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാറ്റിലേക്കും ഞാൻ ഇടപെടുന്ന ഒരാളാണ്. അതെ അതെ അതെ. പിന്നെ രാഷ്ട്രീയമാണെങ്കിലും അങ്ങനെ തന്നെ. നിങ്ങള് സ്വന്തം നാട്ടിലാണോ ഈ സംഭവം? അല്ല അത് എന്റെ നാട്ടില് നിങ്ങളെ വൈഫിന്റെ നാട് എവിടെയാണ്? പട്ടാമ്പി. വൈഫ് ഈ തിരിയാൻ ടീച്ചറാവാൻ കോഴ്സ് ചെയ്തിട്ട് കല്യാണം കഴിച്ചാറ് ചെയ്തോ? കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇതിന്റെ ജോലിക്ക് പോയി തുടങ്ങിയത്. അവള് മുമ്പ് കോഴ്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? മുമ്പ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. എത്രയായി കല്യാണം കഴിഞ്ഞിട്ട് കുറയോ? കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 13 കൊല്ലം. മക്കളെ ഒക്കെ ഉണ്ടോ അല്ലേ? മോളുണ്ട്. 8ൽ പഠിക്കുന്നുണ്ട് മോള്. നല്ല വർക്കത്തായിട്ട്. പിന്നെ ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു വിവാദമായ നിങ്ങളിപ്പോ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാല് ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ രാജ്യത്ത് നമുക്ക് ആർക്കും ഇവിടെ മുമ്പെന്താ പറയാ 1987 തോന്നുന്നുണ്ട്. നമ്മള് കഴിഞ്ഞ വർഷങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്, ഒരു സ്ഥലത്ത് ഒരു 8 ക്രിസ്ത്യാനികളെ കൊന്നൊരു സംഭവം ഉണ്ടല്ലോ, മാർട്ടിൻ പറഞ്ഞ ആള് ബോംബിട്ടിട്ട്. യഹോവയുടെ സാക്ഷികൾ എന്നാണ് സഭയുടെ പേര്. അവരെ വിശ്വാസപ്രകാരം ദേശീയഗാനം പാടാൻ പാടില്ല. അതിന്റെ പേരില് പിന്നെ കോടതിയിൽ പോവുകയും, കോട്ടയം ജില്ലയിലാണ് എനിക്ക് തോന്നുന്നത്, അവിടെ ഒരു എന്താ പറയാ 2 കുട്ടികളെ ആ സഭയിൽ വിട്ട് 2 കുട്ടികളെ സ്കൂളിൽ നിന്ന് ദേശീയഗാനം ചെല്ലാത്തതിന്റെ പേരിൽ പുറത്താക്കിയിരുന്നു. അപ്പൊ പുറത്താക്കിയപ്പോ ഇവരെന്താക്കി, കോടതി പോയി. ഹൈക്കോടതി ഇവരോട് പറഞ്ഞു പിന്നെ ആ പുറത്താക്കിയ നടപടിനെ സ്റ്റഡി വെച്ച്. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞു ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആണ്. അപ്പൊ മതപരമായ വൈവിധ്യങ്ങള് പിന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ മതപരമായ സ്വത്ത് അംഗീകരിച്ചു കൊടുക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അല്ലാതെ അവര് രാജ്യദ്രോഹമായിട്ടോ ഒന്നും അവരെടുത്തിട്ടില്ല. അപ്പം ഓണം ദേശീയാഘോഷമാണ്. ഇപ്പൊ ഓണത്ത് പങ്കെടുക്കുന്ന ആളുകൾക്ക് പങ്കെടുക്കാം, പൂരത്ത് പങ്കെടുക്കുന്ന ആളുകൾക്ക് പങ്കെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ പൂരത്ത് പങ്കെടുക്കും, ഞാനൊരു മതം പഠിച്ച ഉസ്താദായിരുന്നു. ഞാൻ പള്ളിയിലൊക്കെ കുറെ കാലം ഖത്തീബായൊക്കെ ജോലി ചെയ്ത ആളാണ്. ഇപ്പൊ ഞാൻ വേറെ വർക്കിലാണെങ്കിലും ഞാൻ ആ മേഖലയിൽ നിന്ന് വിട്ട് നമ്മൾ പഠിച്ചേ പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ പഠിച്ച പറഞ്ഞാല് ഇപ്പൊ നമ്മളിലാണ് വലിയ ആൾക്കാർ പറയുമ്പോൾ പ്രശ്നമല്ല. ഇപ്പൊ നിങ്ങളെ വൈഫ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ വൈഫ് സ്വന്തം അഭിപ്രായം പറഞ്ഞാണ്? അല്ലാതെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അല്ല, അവരത് ഈ സാധനം പഠിപ്പിച്ചു കൊടുത്ത ഒരാൾക്കാരുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ സംഘടനകളും ഒട്ടുമിക്ക മുസ്ലിം സംഘടനകളുടെയും നിലപാട് ഇതന്നെയാണ്. അതായത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ആളുകളാണ്, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. മറ്റ് മതങ്ങളുടെ ആരാധനകളിലോ പിന്നെ ആചാരങ്ങളിലോ നമ്മൾ പങ്കെടുക്കൂല. ആഘോഷങ്ങളിലുള്ളതും അത് തന്നെയാണ് നമ്മളുടെ വ്യത്യാസം. ആഘോഷം ഒരു മുസ്ലിമിന് അങ്ങനെ പങ്കെടുക്കാൻ തോന്നുക അല്ലെങ്കിൽ പങ്കെടുക്കുക. ഒരു മുസ്ലിമിന് വേറെ മതത്തിൽ ചേരാൻ തോന്നിയാല്, അല്ലെങ്കിൽ വേറെ ഇനി മതമൊന്നും ഇല്ലാതെ യുക്തിവാദിയാന്ന് തോന്നിയാല് അതൊന്നും ഇന്ത്യ രാജ്യത്ത് ആർക്കും തടയാൻ കഴിയില്ല. അതിനൊക്കെ ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. നമുക്കൊരു ധാർമ്മികത ഉണ്ട്, മരിച്ചെന്ന പഠിച്ചവനടുത്ത് പോകാനുള്ള വിശ്വാസം. ആ വിശ്വാസമായിട്ട് നമ്മക്ക് മുന്നോട്ട് പോകാനേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ അതിനും സ്വാതന്ത്ര്യമുണ്ട്, ഇതിനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈ നിലക്കാവുമ്പോ നിങ്ങളെന്താ വെച്ചാല് പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളെ വൈഫിനെതിരെടുത്ത് കള്ളക്കേസാണ്. ആ കള്ളക്കേസ് എടുത്തപ്പോൾ നിങ്ങൾ ആ സ്ഥാപനം ചെയ്ത ഒരു തെമ്മാടിത്താണ്. നിങ്ങളെ വൈഫ് ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ത് ചെയ്തു, അവർക്കതിൽ നടപടി എടുത്തു. ആ നടപടി എടുക്കുന്നതിന് മുന്നേ നിങ്ങളെ വൈഫോ ഈ അഫ്സർ ടീച്ചറോ ഒരിക്കലും തന്നെ സ്വന്തം അഭിപ്രായം പറയില്ല എന്നുള്ളത് കുറച്ച് ഈ വിഷയത്തിൽ ചിന്തിക്കുന്ന ആർക്കും അറിയാം. അപ്പൊ അത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഭയപ്പെടണ്ട,
അള്ളാഹ് കൂടെ ഉണ്ടാവും. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിയമപരമായിട്ടോ പിന്നെ ഇസ്ലാമികമായിട്ടോ നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. വർഗീയത ഉണ്ടാക്കുന്ന നിങ്ങളെ വൈഫിനെതിരെ ചുമത്തപ്പെട്ട കേസ് പറഞ്ഞ പോലെ വർഗീയത ഉണ്ടാക്കുന്ന യാതൊരു പരാമർശങ്ങളോ വൈഫിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുമില്ല. എനിക്ക് നിങ്ങളെ ഫസ്റ്റ് 2 വോയിസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്താണ് ഈ കൗമിന്റെ അവസ്ഥ ഇത്? ഞാനിപ്പോ എനിക്കിന്റെ എപ്പോഴും നമ്മള് പറയലുണ്ട്, ഞാൻ ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് വന്നാല് അവർക്ക് ചോദിക്കാനും സംഘടനയും നേതാക്കന്മാരൊക്കെ ഉണ്ടാവും. നിങ്ങളെ വൈഫിന്റെ വിഷയത്തിൽ സംഘടന ഇടപെട്ടു. മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം ഫസ്റ്റ് SDPI ഇടപെട്ടു. SDPI നിങ്ങളായിട്ട് ബന്ധപ്പെട്ടിനോ എനിക്കറിയില്ല, ബന്ധപ്പെട്ടിനോ? ഇല്ല, ബന്ധപ്പെട്ടിട്ടില്ലല്ലേ? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല. അപ്പോ ഏതായാലും അവര് പരസ്യമായിട്ട് ഒരു പ്രസ്താവന ഇറക്കാൻ ഫസ്റ്റ് തയ്യാറായി. അതിനുശേഷം SSFന്റെ നോട്ടീസ് വന്നു, അവരും തയ്യാറായി. ശേഷം SVSന്റെ വന്നു. SVSകാരാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളെ വീട്ടിലൊക്കെ വന്നത് അല്ലേ? അപ്പൊ ഏതായിരുന്നാലും അവർക്ക് എന്താ ബന്ധപ്പെടണമെന്നുണ്ടാവും. കാരണം അവര് അല്ല, ഞാൻ ഈ വിവാദം നടന്ന അന്ന് തന്നെ നിങ്ങളെ അവിടെയുള്ള ഇസ്മായിൽ ഉസ്താദിനോട് ഞാൻ ചോദിച്ചത് ഖദീജ ടീച്ചറുടെ നമ്പർ അല്ലെങ്കിൽ അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ ഉപ്പ ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ ഒന്ന് തരുമോന്ന് ഞാൻ ഇസ്മായിൽ ഉസ്താദിനോട് ചോദിച്ചിരുന്നു. അപ്പൊ മൂപ്പര് സംഘടിപ്പിച്ച് തരാന്ന് പറഞ്ഞു. എനിക്ക് ഇന്നാണിത് കിട്ടിയത്. പക്ഷെ ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം അറിഞ്ഞ അന്ന് മുതൽ, കാരണം ഇത് ഫസ്റ്റ് ആയിട്ട് 24 ന്യൂസാണ് നിങ്ങളുടെ ഭാര്യയുടെ വോയിസിന്റെ ഫസ്റ്റ് ആയിട്ട് സംപ്രേഷണം ചെയ്തത്. ആ വോയിസ് കേട്ട ആളുകൾക്ക് അറിയാം അതിലൊരു തേങ്ങയില്ലാന്ന്. പക്ഷെ അത് ആ വോയിസ് ഒറ്റയ്ക്ക് കേൾക്കും. ഇത് 24 ന്യൂസ് എന്താ വെച്ചാൽ സുജയ പാർവതിന്റെ വിശദീകരണത്തോടു കൂടി ഇതെന്തോ ഒരു ഭീകര സംഭവമാണെന്നുള്ളതാണ് 24 ന്യൂസ് ഇത് സംപ്രേഷണം ചെയ്യണത്. അപ്പൊ ആളുകൾക്ക് ഇത് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല, അല്ലെങ്കിൽ അധികം ചിന്തിക്കൂല. ഇവരെന്താ പറഞ്ഞാൽ നോക്കില്ല. ഇത് ഈ വോയിസ് ഇട്ടിട്ട് ഉടനെ തന്നെ സുജയ പറയുന്നത് ഇത് 24ന്റെ അഭിപ്രായമല്ല, ഞങ്ങൾ ജസ്റ്റ് ടീച്ചറെ വോയിസ് കേൾപ്പിച്ചത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ഭീകരമായ സാധനം അതിലുണ്ടെന്ന് ഉള്ള ജനങ്ങളെ തോന്നിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇന്നലക്ക് ശേഷമാണ് ഞാൻ ഫേസ്ബുക്കിൽ സജ്ജാദ് വാണിയമ്പലം പറഞ്ഞ ഒരാളുണ്ട്. അയാളൊക്കെ അങ്ങനെ ഈ പോസ്റ്റ് ഇതാണിപ്പോ നിങ്ങൾ സഖാക്കളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഖദീജ ടീച്ചറുടെ വോയിസ്, ഇത് പറഞ്ഞതിനാണ് കേസെടുത്തതെന്ന് പറഞ്ഞിട്ട് ആ വോയിസ് ഒറ്റയ്ക്ക് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പാണ് പലർക്കും ഇതിൽ ഒരു നേരത്തെ പറഞ്ഞ പലർക്കും സംഘടനയുടെ അകത്തുള്ള ആളുകൾ തന്നെ നമ്മുടെ സംഘടന ഇപ്പോൾ എന്നായാലും ഈ സാധാരണക്കാരെ പ്രവർത്തകരൊക്കെ നേതാക്കന്മാരെ ന്യായീകരിക്കാന്നുള്ളതുണ്ട്. 3 ദിവസം വരെ മുണ്ടാണ്ടിരുന്ന സമയത്ത് നിരന്തരം നേതാക്കന്മാരെ ന്യായീകരിക്കായിരുന്നു. നിങ്ങളെ വൈഫിനെ അധിക്ഷേപിക്കുന്ന രൂപത്തിൽ വരെ സ്വന്തം ആൾക്കാർ വരെ സംസാരിച്ചു. എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായി. അപ്പോ ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ഈ ഇട്ട പോസ്റ്റുകളിലൊക്കെ ഞാൻ അതായിരുന്നു പറഞ്ഞത്. അപ്പൊ പിന്നെ നിങ്ങൾ അയച്ചെന്ന വോയിസ് ഉണ്ടല്ലോ, 2 വോയിസ്, എനിക്ക് 2 വോയിസ് എനിക്ക് കേട്ടിട്ട് ഞങ്ങളെ സമ്മതം ഉണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇത് ഈ സമൂഹം അറിയട്ടെ നിങ്ങൾ അനുഭവിച്ച വേദന. അല്ല, നിങ്ങൾ അയച്ച ഈ അതായത് അല്ല, ഈ സമൂഹം അറിയേണ്ട ഒരു കേസാണല്ലോ ഇത്. അന്ന് നിങ്ങളെന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ വൈഫ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു രൂപത്തിൽ നിങ്ങളുടെ കുടുംബത്തിനെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇത്രയൊരു പ്രശ്നം നടന്നിട്ട് കൂടെ നിൽക്കാൻ 3 ദിവസം വൈകിയെങ്കിൽ, എല്ലാ സംഘടനകളും കൂടെ നിൽക്കാൻ 3 ദിവസം വൈകിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ്. അത് നിങ്ങൾ പേരെന്തിനു പറഞ്ഞ ഞാൻ മറന്നുപോയി. ഷാബു. ഓക്കെ, ഷാബുക്ക. അപ്പൊ എന്തായാലും ഈ വിഷയം ഞാൻ അറിഞ്ഞപ്പോ നിങ്ങള് ഇതെല്ലാം ഇൻഷാല്ലാ നിങ്ങള് ഈ വിവരങ്ങൾ അറിയിക്കുക. അപ്പൊ നാളെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകണ്ടല്ലേ? അപ്പൊ അതിന് ശേഷം നിങ്ങളെ ഭാഗത്തുനിന്ന് വക്കീലന്മാരെങ്കിലും ഉണ്ടോ കൂടെ? വക്കീലാരെങ്കിലും അത് സമസ്തനാക്കിയതെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടല്ലോ. ഉണ്ടല്ലേ? കാശിന്റെ കാര്യത്തിനാണെങ്കിലും ഇവര് തിബിയാന്റെ നമ്മളെ സംഘടനയും എസ്വേസിന്റെ ആൾക്കാരും പിന്നെ തിബിയാന്റെ ഭാഗത്തുനിന്നൊക്കെ ഇപ്പോ എല്ലാം ഓക്കെയാണ്. വക്കീല് ഏർപ്പാടാക്കിയിട്ടുണ്ട് അല്ലേ? വക്കീല് അവര് തന്നെ ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്. ബക്കർ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു വിലക്കുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളൊരു കുറ്റക്കാരനാണെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ വൈഫോ നിങ്ങളോ ഈ വിഷയത്തിൽ ഒരു 0.5% പോലും തെറ്റ് ചെയ്തില്ല എന്നല്ല, നിങ്ങൾ 100% ശരിയാണ്. അതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ വിഷയത്തിൽ പിന്നെ ഈ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്നാലാവുന്ന രൂപത്തിൽ ഞാൻ
എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നിങ്ങള് ഏതായാലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കണ്ട. നിങ്ങളായാലും വൈഫായാലും ഒരുപാട് മظلൂമിങ്ങളെ ദുആ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ നീതിയുടെ പക്ഷത്താണ്. നിങ്ങൾ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ബോധ്യം നീതിബോധമുള്ള മനുഷ്യന്മാർക്ക് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് പിന്നെ ഏതായാലും അവരെ മുന്നിൽ തളർന്നില്ല എന്നുള്ളൂ. വീട്ടുകാരുടെ മുന്നിൽ, അമ്മയുടെ മുന്നിലും വൈഫിന്റെ മുന്നിലും ഞാൻ തളർന്നു കഴിഞ്ഞാൽ അവരും തളരും. പരമാവധി നമ്മള് കരച്ചിൽ വന്നാലും ആ കരച്ചിൽ പിടിച്ചു നിർത്താൻ അവരെ സമാധാനിപ്പിക്കുക, അതായത് വൈഫിനെ സമാധാനിപ്പിക്കുക. ഇനിയിപ്പോ എന്ത് വന്നാലും എന്തിനെ പേടിക്കണ ഉള്ള കാര്യം പറഞ്ഞു. ഇനിയിപ്പോ റിമാൻഡിൽ പോയി എനിക്ക് അഭിമാനിക്കേ വേണ്ടേ? നിങ്ങൾ തളരേണ്ട ആവശ്യമില്ല, നിങ്ങളെ വൈഫും തളരേണ്ട ആവശ്യമില്ല. നിങ്ങളെ കൂടെ നീതിബോധമുള്ള മനുഷ്യന്മാരുണ്ടോ? ഇനി മുസ്ലിങ്ങളില്ലെങ്കിൽ സംഘടന ഇല്ലെങ്കിലും നീതിബോധമുള്ള മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ സംഘടന ഇപ്പൊ നിലവിലുണ്ട്. അവര് ഫോളോ അപ്പ് നടത്തട്ടെ. നടത്തുന്നില്ലെങ്കിൽ അതിന് ഏതെങ്കിലും രൂപത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചിന്തിക്കണത് ഈ കൗണ്ടർ കേസ് കൊടുക്കണം. ഇത് കള്ളക്കേസാണ് നിങ്ങൾക്ക് അതിൽ വന്നത്. കൗണ്ടർ കേസ് കൊടുക്കണം എന്നുള്ളതാണ്. ഇത് കേസ് എന്തായാലും തള്ളിപ്പോകും. പക്ഷെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ന്യൂസിൽ വരുന്നത് വേറെയാണ് വരുന്നത്. അതെ അവര് ഈ വർഗീയത വിഷം കുത്തി വെച്ചു എന്നൊക്കെ ഇവരും കേൾക്കല്ലേ, വീട്ടുകാരും പെണ്ണും അവരൊക്കെ കേൾക്കുമ്പോ എന്ത് വർഗീയതാണ് നിങ്ങൾ പറഞ്ഞു? നിങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളാണോ വിഷം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു? ഇല്ല. അല്ലെങ്കിൽ ഇല്ല, മതത്തിന്റെ ഒരു വിധി പറഞ്ഞു. അല്ലെങ്കിൽ അത് അവര് കാഴ്ചപ്പാടാണ്, അതിലൊരു വർഗീയതയില്ല. അത് പറഞ്ഞത് എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങളെ വൈഫ് ഓഫ് ടീച്ചർ ഒറ്റക്ക് അത് പറയില്ല. സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയിപ്പിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനപ്പെട്ട വോയിസാണ്. അതുണ്ട്. അപ്പൊ മാനേജ്മെന്റിന്റെ അഭിപ്രായം എവിടുന്ന കിട്ടിയ? മാനേജ്മെന്റ് നടത്തുന്ന സംഘടനയുടെ ഉസ്താദുമാരുടെ അഭിപ്രായമാണ്. അപ്പൊ ഇവർക്ക് മാർച്ച് നടത്തണം, പ്രതിഷേധം നടത്തണം. ഇത് അത്ര വലിയൊരു വർഗീയപരവും കേരളത്തില് പാടില്ലാത്ത അഭിപ്രായമാണെങ്കിൽ പിന്നെ അവര് മാർച്ച് നടത്തേണ്ട ഈ സംഘടനകൾ ഈ ആദ്യ സംസ്ഥാന ഓഫീസ് നടത്തട്ടെ. പിന്നെ ഈ സംസ്ഥാന ഓഫീസ് എല്ലാ മുസ്ലിം സംഘടനകളെയും അടിച്ചു പൂട്ടാൻ വേണ്ടി ഇവര് മാർച്ച് നടത്തട്ടെ. ഇവിടെ വൈവിധ്യമൊന്നും പറ്റും. ഇതൊരു ഹിന്ദു രാഷ്ട്രമാണോ? അല്ലെങ്കിൽ ഇവിടെ ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ശവക്കൊരു നിലക്കും പേടിക്കണ്ട. അള്ള കൂടെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഏതായാലും ഇൻഷാ അല്ലാഹ് നാളത്തെ ദിവസം കഴിയട്ടെ. നാളെ കഴിഞ്ഞ് നിങ്ങൾ ഏതായാലും എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അറിയിക്കേണ്ടി. ഞാൻ പിന്നെ 6 മണി വരെ ഞാൻ ഓഫീസിലുണ്ടാവുക. ഞാൻ വൈകിട്ട് നിങ്ങളെ വിളിക്കണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ എനിക്ക് സൺഡേ ആയതുകൊണ്ട് എനിക്കിന്ന് ലീവാണ്. എന്നാണ് എനിക്ക് നിങ്ങളെ നമ്പർ കിട്ടിയ അന്ന് രാവിലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ വൈകി. ഏതായാലും ഇൻഷാ അല്ലാഹ് വിവരങ്ങളൊക്കെ അറിയിക്കേണ്ടി. ഞാൻ വിളിക്കണ്ട്, ഞാൻ മെസ്സേജ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങള് നാളത്തെ കാര്യങ്ങൾ എന്താണെന്ന് സ്റ്റേഷനിൽ പോയതിന്റെ ശേഷം നിങ്ങളെ ആര് കൈവിടൂല. നിങ്ങളെ കൂടെ പൊതുസമൂഹം ഉണ്ടാവും, നിഷ്പക്ഷരായ ജനത ഉണ്ടാവും. നിങ്ങളെ ഒരിക്കലും പേടിക്കണ്ട, ധൈര്യമായിട്ട് നിങ്ങളെ വൈഫിനോടും പറയാം. നിങ്ങളെ ഒരുപാട് ആളുകളെ ദുആ ഉണ്ടാവും. ഒരു പേടിയും വേണ്ട. ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെ വോയിസ് കേട്ടപ്പോഴാണ് എനിക്ക് ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായെന്ന് വെച്ചാല് അത് ഈ സംഘടന നടത്തുന്ന പോലെ ഇവര് 3 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ആൾക്കാർ നിങ്ങൾക്ക് കഥല്ല ചങ്ങായിമാരെന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് വലിയ ഇപ്പൊ ഈ പരിപാടിക്ക് ഇടപെട്ട്. ഇന്നലെയാണല്ലോ ഇപ്പൊ നിങ്ങളെ വീട്ടിൽ വന്നത് അല്ലേ? അതിന് മുന്നേ ഒരു ഇടപാടില്ല. ഞാൻ ഇതിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ എടുത്തു പോയി. 2-3 ആളെടുത്ത് പോയി. 3 നേതാക്കന്മാര് അവര് കൈ കഴിഞ്ഞു. അവര് പറഞ്ഞതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞാന് ഇത് കേസ് ഉണ്ടായ കല്ലുംപുറത്ത് പോയി. കല്ലുംപുറത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കണ്ട് അവരോട് മാപ്പ് പറഞ്ഞ് സോറി പറഞ്ഞ് കാലും കൈയൊക്കെ പിടിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനെ കാണാൻ പറ്റിയില്ല. അച്ഛനെ കാണണമെന്ന് വെച്ചപ്പോ അവര് പറഞ്ഞ അത് വേണ്ട, അച്ഛനെ കാണണ്ടെന്ന് പറഞ്ഞു. അച്ഛനാണിത് കൊടുത്തിട്ടുള്ളത്. കുന്നോളം മേഖല സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ എന്തോ ആണ്. ആളാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അവനെ കാണാൻ പറ്റില്ല എന്നല്ല, അവനെ കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവനെ കാണാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് വേണ്ട, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് അവര് പറഞ്ഞ അവരെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞവര്. ഇനി ഞങ്ങളായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കയ്യിൽ നിന്ന് പോയിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാ നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ല, കയ്യിൽ നിന്ന് പോയ ഈ രാജ്യത്ത് നിയമം എഴുതപ്പെട്ടൊരു ഭരണഘടനയും നിയമസംഹിതയൊക്കെ ഉണ്ടല്ലോ. അതിനെതിരായിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇത് കള്ളക്കേസ് കൊടുക്കുക.
ആ കേസ് കണ്ടപാട് പോലീസ് രജിസ്റ്റർ ചെയ്യാ, നിങ്ങളെ നേരിട്ട അനീതിയാണ്. ആ ഒരു ഉറച്ച ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾക്ക് എനിക്ക് നിയമം എത്രത്തോളം അറിയുന്ന അറിയില്ല. അതായത് അറിയുന്ന വക്കീലന്മാരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മതസ്പർദ്ധ എന്നുള്ളൊരു വകുപ്പ് നിങ്ങളെ ഇതെന്താണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് എനിക്കറിയാം. പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നന്ന് കിട്ടി അന്നന്ന് ജീവിക്കുന്ന ആളാണ്. അതെ, നമ്മളൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മളെ മേലേക്ക് പാഞ്ഞു കയറുന്നത്. നാളെ എന്താ നമ്മൾ സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാനും എന്റെ കുടുംബത്തെ, എന്റെ ഫാമിലി എന്ന് പറഞ്ഞാല്. നമുക്ക് ഈ കാശുള്ളവരെ പോലെ എടുത്ത് അതിന്റെ മറുഭാഗം നമ്മൾ കേസിന്റെ പിന്നാലെ പോയിട്ട് അത് പ്രതികരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രതികരിക്കാനോ നമ്മൾ എടുത്ത് ചെലവാക്കാൻ പണമില്ല, സാമ്പത്തികമായിട്ടില്ല, ശാരീരികമായിട്ടില്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത്. പക്ഷേ നമ്മള് പറയുന്ന ചൗക്ക ഞാന് പറഞ്ഞെന്താ വെച്ചാല്, ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇനിയിപ്പോ നമ്മളുടെ ഭരണഘടന ഉണ്ടല്ലോ, ഈ ഭരണഘടന അനുസരിച്ച് ഇനിയിപ്പോ ഇവിടെ ഉള്ള എല്ലാ പൗരന്മാർക്കും തുല്യാവകാശമാണ്. സമ്പന്നനും സാധാരണക്കാരനും. ചിലപ്പോൾ നടപ്പിലാവണ അങ്ങനെയല്ല പലപ്പോഴും, അത് നമ്മളൊക്കെ കാണുന്നതാണ്. പക്ഷെ എഴുതപ്പെട്ട ഭരണഘടന പ്രകാരം ജാതി മത വർഗ വർണ്ണ ലിംഗഭേദമന്യേ എല്ലാവർക്കും ഒരേ നിയമമാണ്, തുല്യ നീതിയാണ്, എല്ലാവർക്കും ഒരേ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ നിങ്ങൾക്കും ഒരു വോട്ടാണുള്ളത്, എനിക്കും ഒരു വോട്ടാണുള്ളത്. ഇവിടുത്തെ കോടീശ്വരന്മാർക്കും ഈ പറഞ്ഞ തമ്പുരാക്കന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ ഒറ്റ വോട്ടാണുള്ളത് അല്ലേ? അപ്പോ ആ ഒരു നിലപാട് നമ്മളുടെ രാജ്യത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഈ ഒരു ഇത് നിങ്ങൾക്കെതിരിൽ നടത്തപ്പെട്ട് ഒരു അനീതിയാണ്, ഒരു അനീതിക്ക് ഇരയായതാണ് നിങ്ങൾ. അല്ലാതെ നിങ്ങളൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആരോടും മാപ്പ് പറയേണ്ട ആളുകൾ അവരാണ്. അത് ഇൻഷാ അല്ലാഹ് ആ ഒരു സ്റ്റാൻഡ്, ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. നിങ്ങളെ കൂടെ നിൽക്കാൻ ഇനിയിപ്പോ എപിക്കാർ നിന്നില്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടാവും. ഓല് നിന്നിട്ടില്ലെങ്കിൽ ഓലോട് പൊതുസമൂഹം ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ അവരെ സ്വന്തം പ്രവർത്തകർ ചോദ്യം ചെയ്യും. ഈ സ്വന്തം പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലുള്ള ചോദ്യമൊക്കെ കണ്ടിട്ടാണ് 3-ാം ദിവസം അവരെ ഉയർത്തെഴുന്നേറ്റ്. ഇന്നലെ നിങ്ങളെ വീട്ടിൽ വന്നില്ലേ? എനിക്ക് തോന്നുന്നത് ഇന്നലെ നിങ്ങളെ വീട്ടിൽ വന്ന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് ഒക്കെ ചെയ്തല്ലോ. എനിക്ക് തോന്നുന്ന ഇൻഷാ അല്ലാഹ് ഇനിയും അതേപോലെ തന്നെ എസ്ഡിപിക്കാരോ പാർട്ടിക്കാരൊക്കെ വരാൻ സാധ്യതയുണ്ട്, നിങ്ങളായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൂടെ ഉണ്ട്. നമ്മളാലാവും വിധം നിങ്ങളെ കൂടെ എല്ലാ നിലക്കും ഉണ്ട്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലോ നിങ്ങളെ വിഷയത്തിന്റെ ഫോളോ അപ്പ് ഒന്ന് അറിയിക്കേണ്ടി. നമ്മളെ ദ്വാലുണ്ടാവും, നമ്മളെ ദ്വാല നമ്മളെ ഉൾപ്പെടുത്തുക. കസ്റ്റമർ വന്നോണ്ടല്ലേ? ഓക്കെ എന്നാ ഇൻഷാ അല്ലാഹ് ദ്വാരയിൽ ഉൾപ്പെടുത്തി. അസ്സലാമു അലൈക്കും.